മൊബൈലിൽ ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ക്ലൈമാക്സ്. പറയാനോ വാക്കുകളില്ല. ഒരു ഓറയാണ്. പുള്ളി ഒരു 10 പേര് 20 പേര് ഇടിച്ചാലും നമുക്കത് വിശ്വസിക്കാനുള്ള സംഭവം ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫീൽ ആണ് ഇന്റർവെൽ വരെ. അത് കഴിയുമ്പോ പടം കൊള്ളാം. പടം അടിപൊളിയാ, കൊള്ളാം. പിന്നെ കുറെ ഹൈ മൊമെന്റ്സ് ഉണ്ട്. പിന്നെ ഫസ്റ്റില് നമ്മൾ ആ ക്ലൈമാക്സ് കണ്ട സാധനമില്ലേ, സോ അത് ഇതിൽ കുറച്ച് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. സോ അത് നമ്മൾ കണ്ട അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് കുറച്ച് ഹൈ ആണല്ലോ. സോ ഇതിൽ കാണുമ്പോൾ നമുക്ക് അത്ര ഇതായില്ല, എന്നാലും നമുക്ക് പൈസ മുതലാണ്, ക്യാഷ് ഒന്നും പോവില്ല. പിന്നെ തിയേറ്ററിൽ തന്നെ കാണാനുള്ള സാധനമാണ്, അല്ലാതെ ഫോണിൽ കണ്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഡിഫറൻസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതൊരു പാസ്റ്റ് ആണ് കാണിക്കുന്നത്. അത് കാട്ടിലുള്ള ആൾക്കാരുടെ സംഭവം കാണിക്കണം. മറ്റേ ഫസ്റ്റിനേക്കാളും ഒരുപാട് വർഷം മുമ്പത്തെ കാര്യം കാണിക്കണം. സോ അതിൽ വിഷ്വൽസും എല്ലാം ആർട്ട് ഡയറക്ഷൻ VFX ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. ഫൈറ്റ് എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇതിലൊക്കെയാണ് നമ്മൾ ഹൈ ആവണത്, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് സാധനം വന്നിട്ടുണ്ട്. അതെ, കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങൾ കാണിക്കണം. ഇപ്പൊ കാണുന്നത് സെക്കൻഡ് ചാപ്റ്റർ 1 അതുകൊണ്ടായിരിക്കും മലയാളികൾക്ക് അത് ദഹിക്കാത്തത് അല്ലേ? ആർക്കാ ദഹിക്കാത്തത്? മലയാളികൾക്ക് ഒരാൾ പറഞ്ഞായിരുന്നു മലയാളികൾക്ക് അറിയില്ല. നമുക്ക് കൊടുത്ത കാശ് മുതലാണ്. നമ്മളിവിടെ 160-200 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുതലാവുള്ള സാധനം ഉണ്ട് പടത്തിൽ. പക്ഷെ നമ്മൾ കാന്താര 1 ഫസ്റ്റില് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ക്ലൈമാക്സ് സംഭവം കിട്ടിയത്. നമ്മുടെ മനസ്സിലുണ്ട് ആ സാധനം. സോ അത് തന്നെ നമ്മൾ ഇതിൽ കാണുമ്പോൾ കുറച്ച് പേർക്ക് ഒരു എക്സ്പെക്ടേഷൻ കുറവായിട്ട് തോന്നും. ബട്ട് എന്നാലും കുറെ ഹൈ മൊമെന്റ്സ് ഉണ്ട്. ആക്ഷൻ ഒക്കെ അടിപൊളിയാണ്. VFX എല്ലാം നമുക്ക് കാണാനുള്ളത്. പുള്ളിയുടെ ആക്ടിങ് എങ്ങനെയുണ്ട്? ആക്ടിങ് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. പുള്ളി വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു ഓറയാണ്. പുള്ളി ഒരു 10 പേര് 20 പേര് ഇടിച്ചാലും നമുക്കത് വിശ്വസിക്കാനുള്ള സംഭവം ഉണ്ട്. സോ ആ പുള്ളിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ഷനും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാട്ടാ. ഫസ്റ്റത്തെക്കാളും കുറെ പടച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ BGM ഒക്കെയാണ് നമ്മൾ പടത്തെ എലവേറ്റ് ചെയ്യണത്. BGM ആണ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. കാന്താര ഫസ്റ്റിലാണെങ്കിലും ആ ഒരു 20 മിനിറ്റ് പ്രേക്ഷകരെ പിടിച്ചിരുത്തിയത് അതെ, ക്ലൈമാക്സ് 20 പിന്നെ സ്റ്റാർട്ടിങ്ങും അടിപൊളിയായിരുന്നു ഫസ്റ്റില്. സോ ഇതിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ലാഗ് ആയിട്ടൊന്നും തോന്നിയില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആക്ഷൻ സീൻസ് വന്നുകൊണ്ട് നമ്മളൊന്ന് ബോറടിച്ചിരിക്കുമ്പോൾ ഒരു അടിപൊളി സാധനം സ്ക്രീനിൽ വരും. നമ്മളിങ്ങനെ കണ്ടിരിക്കും. പിന്നെ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ കുറച്ച് കോമഡി എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ വലിയ രീതിയിലുള്ള ഹൈ മൊമെന്റ്സ് ഒന്നും ഇല്ല. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ അടുക്കുമ്പോഴാണ് പടം അടിച്ചു കയറുന്നത്. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കുറച്ച് ചിരിക്കാനൊക്കെ പരിപാടികളുണ്ട്. കോമഡി ഉണ്ട്. റൊമാൻസ് ഒന്നും ഇല്ല. റൊമാൻസ് അവരോട്ട് പോയിട്ടില്ല. അതൊന്നും നന്നായിട്ട് തോന്നി. പോയിട്ടില്ല. പിന്നെ നടി അടിപൊളിയായിരുന്നു. ഒരു കുമിനി വസന്ത് പുള്ളിക്കാരത്തേക്ക് ചെയ്യാനുണ്ട് ഇതിനകത്ത് പടത്തിൽ. പറയണില്ല എന്താണെന്ന്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ പടം ഓവറോള് അടിപൊളിയായിരുന്നു. അത്രേ ഇഷ്ടപ്പെടും. സെക്കൻഡ് ഹാഫ് കാണാനാണ് നന്നായിട്ട് തോന്നിയതോ? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. വണ്ണാണ് അടിപൊളി. ഇത് പക്ഷെ കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട് പടം. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. പക്ഷെ മൊബൈലിൽ ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ക്ലൈമാക്സ്. അത് പറയുന്നത് ക്ലൈമാക്സ് ഇല്ലേ, അതുപോലെ നമ്മളെ പിടിച്ചിരുത്തോ ഇതില്? അടിപൊളിയാണ്. പിടിച്ചിരുത്തും കൂടുതൽ വരുന്നതായിട്ട്. എന്താണ് പറയാനുള്ളത് സിനിമയെ കുറിച്ച്? ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടി അത് അടിപൊളി. അങ്ങനെയല്ല, രണ്ടും അടിപൊളി. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നു? ഇല്ല, ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, രണ്ടും അത്യാവശ്യം നല്ല. ഇഷ്ടപ്പെടും. നല്ല സിനിമ. സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടെ കൊള്ളാം. നല്ലൊരു സിനിമ എന്ന് വെച്ചാൽ അടിപൊളി സിനിമ. ഒന്നും പറയാനോ വാക്കുകളില്ല. പിന്നെ അടിപൊളിയാ. പാട്ട് കണ്ടതാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ അടിപൊളി പടം. ഇല്ല, നല്ല പടം. സൂപ്പർ. ഓക്കെ, ശരി.